ചെറുവാഹനങ്ങൾക്ക് ആലുവയിൽ നിന്നും എറണാകുളത്തേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കുന്ന പൈപ്പ് ലൈൻ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ആലുവ എംഎൽഎ അൻവർ സാദത്ത് നിർവഹിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. പൈപ്പ് ലൈൻ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആലുവയിൽ നിന്നുമുള്ള ചെറുവാഹനങ്ങൾക്ക് എറണാകുളത്തെത്താൻ എളുപ്പത്തിൽ സാധിക്കും. ആലുവ എംഎൽഎ അൻവർ സാദത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം എംഎൽഎ അൻവർ സാദത്ത് നിർവഹിച്ചു. പലവട്ടം മന്ത്രിയുടെ അടുത്തും ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തിലും പെർമിഷൻ തന്നെ ഉണ്ടായില്ല. ലാസ്റ്റ് ഈ പൈസ ഒന്നല്ല, അങ്ങനെ കുറേ നാൾ കയറി ഇറങ്ങി പഞ്ചായത്ത് നിവേദനം കൊടുത്തു, ഞാൻ കൊടുത്തു. പക്ഷെ ലാസ്റ്റ് വാട്ടർ അതോറിറ്റി തരാന്നൊക്കെ പറഞ്ഞിങ്ങനെ ആടിനെ പ്ലായില കാണിച്ചു കൊണ്ടുവരുന്നതുകൊണ്ട് ഞങ്ങളെ കൊണ്ടിറങ്ങി. പക്ഷെ നടന്നില്ല. അങ്ങനെ നടക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നിർബന്ധിതമായി പൈസ കൊടുക്കാൻ. അങ്ങനെയാണ് എംഎൽഎ അസറ്റ് ഫണ്ടിൽ നിന്ന് 99 ലക്ഷം രൂപ. ശരിക്കും 1 കോടി കൊടുക്കാൻ 99 ലക്ഷം രൂപ നമുക്ക് ഇവിടെ എറണാകുളത്ത് നിന്ന് പാസ്സാക്കാൻ. ഇതല്ലെങ്കിൽ അങ്ങോട്ട് വരണം, തിരുവനന്തപുരത്തേക്ക് വരണം, 1 കോടി മുകളിലാണ്. പക്ഷെ അപ്പോഴാണ് എംഎൽഎ അസറ്റ് ഫണ്ട് ഒരു തീരുമാനം വന്നത്. എന്താണ്? ടൈലിടാൻ പറ്റില്ല, ടൈൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനം വന്നു. പിന്നത് വീണ്ടും ഫിനാൻസ് മിനിസ്റ്റർ അടുത്ത് ഞാൻ പറയുന്നത് വാട്ടർ അതോറിറ്റി അവിടെ ടൈലിട്ടാലേ പറ്റുള്ളൂ, ടാറിട്ട് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ടൈലിടാൻ പെർമിഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടൈലിട്ടാൽ പിന്നെ കിടക്കുള്ളൂ. ടൈലിട്ട് കഴിഞ്ഞാൽ കുറേ ഇത് ടാർ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടാർ എപ്പോഴുള്ള പെർമിഷൻ തരില്ല. അപ്പോൾ അങ്ങനെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ കണ്ടു, നേരിട്ട് കൊണ്ട് നിവേദനം കൊടുത്തു. പിന്നെ ആ ഫയലിന് കുറച്ച് പ്രോസസ്സ് വന്നു. അങ്ങനെ അതിൻ്റെ പുറകെ നിന്ന് ലാസ്റ്റ് ഫിനാൻസ് അംഗീകാരം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് രാജി സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി പ്രിയദർശിനി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുഹമ്മദ് ഷഫീഖ്, റൂബി ജിജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി ഗോപി, സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജമാൽ, CP നാസർ, പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് പുത്തനങ്ങാടി, രമണൻ, കെ ശിവാനന്ദൻ, ലൈല അബ്ദുൽ ഖാദർ, PV വിനീഷ്, PS യൂസഫ്, ഷമീർ ലാല, സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് മനോഹരൻ തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. ട്രാൻസ്പെറന്റ്, ലൈറ്റ് വെയിറ്റ്, ന്യൂ ഡിസൈൻ, ട്രഡീഷണൽ ഡിസൈൻ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കിയെടുക്കാൻ എവിടെയാ സ്ഥലം? വാലറ്റ് ജുവലേഴ്സ്. നീ ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടെ കിട്ടും. വാലറ്റ് ജുവലേഴ്സ്. ഇനി സ്വർണം വാങ്ങാം ആലുവയിൽ തന്നെ.